ഹലോ എവറി വൺ മൈ ഡിയർ ഫ്രണ്ട്സ്. ഈറ്റുമനയിലെ യക്ഷി പുതിയതായി തുടങ്ങാൻ പോകുന്ന കഥയുടെ പേരാണ്. ആദ്യ പാർട്ടിലേക്ക് ഉടൻ തന്നെ കടക്കാം. ഉണ്ണി, നീ ഒരാഴ്ചത്തെ ലീവ് എഴുതിയിട്ടില്ലേ? കാർത്തിക് ഒരിക്കൽ കൂടി ഉണ്ണിയോട് ചോദിച്ചു. ഉവ്വ് കാർത്തി, ഞാൻ ഒരാഴ്ചത്തെ ലീവ് എടുത്തിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയാവുമായിരിക്കും അല്ലേ? ഉണ്ണിക്ക് അത്രമാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. ഉണ്ണി, ഇപ്പോൾ ഈറ്റുമന ഇല്ലം രാഗിണി തമ്പുരാട്ടിയുടെ പേരിലുള്ള തറവാട് സ്വത്താണ്. അവരാണെങ്കിൽ പ്രായമായി വയ്യാതെ നിൽക്കുകയാണ്. ഇപ്പോഴാ മന നോക്കുന്നത് വർഗീസ് എന്നൊരു ക്രിസ്ത്യാനി ചേട്ടനാണ്. പണ്ട് മുതലേ ഇല്ലത്ത് യക്ഷിയുണ്ടെന്ന് എല്ലാ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇല്ലം വാങ്ങാൻ നാട്ടിലുള്ളവരാരും തയ്യാറാവാത്തത്. പക്ഷേ ഒരു കണക്കിന് അത് നന്നായി. അതുകൊണ്ടാണല്ലോ അവർ ഈ വിൽപ്പനയുടെ കാര്യം പത്രത്തിലും ഫേസ്ബുക്കിലും ഒക്കെ കൊടുത്തത്. എനിക്കിത് കണ്ടപ്പോൾ മുതലേ ആ ഇല്ലം സ്വന്തമാക്കാൻ ഒരാഗ്രഹം. കാർത്തിക് പറഞ്ഞുകൊണ്ട് ഓഫീസിലൂടെ നടന്നു. ഉണ്ണി അവനെ നോക്കി ചിരിച്ചു നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നീ പോ ഉണ്ണി, എനിക്ക് എൻ്റെ ആഗ്രഹം നീ നടത്തിത്താ. ഉണ്ണി അവനോടൊന്ന് പുഞ്ചിരിച്ചു. നീ ആഗ്രഹിച്ചതല്ലേ കാർത്തി, നടക്കട്ടെ. ഞാൻ പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കാം. രജിസ്ട്രേഷൻ്റെ സമയമാകുമ്പോൾ നീ ഒന്ന് വന്നാൽ മതി. പിന്നീട് നമുക്ക് ഒരുമിച്ചിങ്ങ് പോരാം. ഉണ്ണി യാത്ര പറഞ്ഞ് പോവാനായി ഇറങ്ങി. അവൻ ഇറങ്ങിപ്പോയതും കാർത്തി സോഫയിലേക്കിരുന്നു. കുഞ്ഞുനാളിലെ ആ ഇല്ലത്തുള്ളവരെല്ലാം തന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം അച്ഛൻ്റെ തറവാടായിരുന്നിട്ട് പോലും ഇല്ലം എന്നും തനിക്ക് വേദനകൾ മാത്രമാണ് തന്നത്. ഓർമ്മകൾ വന്ന് മനസ്സിനെ വേദനിപ്പിച്ചപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ പോക്കറ്റിലിരുന്ന ഫോൺ എടുത്തു നോക്കി. യമുനയാണ് വിളിക്കുന്നത്. അവൻ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു വച്ചു. പറയടോ, എന്തേ? മറുതലക്കൽ മൗനം മാത്രം. യമുന, തനിക്ക് എന്തു പറ്റി? ഇന്നെന്തേ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത്? അവൻ വീണ്ടും അവളോടായി ചോദിച്ചു. അവൾ ദീർഘമായൊന്ന് നിശ്വസിച്ചു. ഞാൻ വന്നിട്ട് എന്തിനാ കാർത്തി? താൻ ഫുൾ ബിസിയല്ലേ? ഇന്നലെ ഞാൻ വന്നിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും നിന്നെ കിട്ടിയില്ലല്ലോ. അവളുടെ വാക്കുകളിലെ പരിഭവവും പിണക്കവും കാർത്തിക്കിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. സാരമില്ല, താനൊന്ന് സമാധാനിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് കാർത്തിക്ക് നന്നായി അറിയാം. എൻ്റെ പൊന്നെ, നീ അത് വിട്. ഞാൻ 4 ദിവസമായി കുറച്ച് ബിസിയായിരുന്നു. ഇപ്പോൾ എൻ്റെ എല്ലാ തിരക്കും കഴിഞ്ഞിരിക്കുക. ഇനി ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ലെങ്കിൽ വേണ്ട, നീ റെഡിയായി നിന്നാൽ മതി. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. നിൻ്റെ എല്ലാ പിണക്കവും പരാതിയും ഇന്ന് ഞാൻ തീർക്കുന്നുണ്ട്. അവൻ ഫോൺ കട്ട് ചെയ്തതും ഡ്രസ്സ് മാറാനായി അകത്തേക്ക് കയറിപ്പോയി. യമുനയുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. അവൾ മനസ്സിൽ എന്തോ ഓർത്തുകൊണ്ട് ഡ്രസ്സ് മാറാനായി അകത്തേക്ക് കയറിപ്പോയി. രാത്രിയുടെ ആ നിശബ്ദതയിൽ കാർത്തിക്കിൻ്റെ നെഞ്ചിൽ വീണ് കിടക്കുന്ന യമുന എന്തോ ഓർക്കുകയായിരുന്നു. മയങ്ങാൻ തുടങ്ങിയ കാർത്തിയെ അവൾ വീണ്ടും തട്ടി വിളിച്ചു. ഏയ്, താനൊന്ന് എഴുന്നേറ്റേ. എൻ്റെ മനസ്സിലെ സംശയം അതിപ്പോഴും തീർന്നിട്ടില്ല കാർത്തി. അവൾ എഴുന്നേറ്റ് അവൻ്റെ കൈകളിൽ പിടിച്ച് ബലമായി കുലുക്കി. എൻ്റെ യമുന, നീ ഇത്രയും സമയമായിട്ട് ഉറങ്ങിയില്ലേ? സമയം 12 ആവണോ? നീ ആ ക്ലോക്കിലേക്കൊന്ന് നോക്കിയേ. രാവിലെ വർക്കുള്ളതല്ലേ? അവൻ അവളെ വലിച്ച് വീണ്ടും തൻ്റെ നെഞ്ചിലേക്കിട്ടു. നിൽക്ക് കാർത്തി. ശരിക്കും നിൻ്റെ നാട്ടിൽ എന്താ നീ ഇപ്പോൾ ഇടപാട് നടത്തുന്നത്? ഈ 4 ദിവസമായി നിൻ്റെ പരിപാടി എന്തായിരുന്നു? കാർത്തിക്ക് ഉറക്കം വന്ന കണ്ണുകൾ വലിച്ചു തുറന്നു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. എടി, എന്തായാലും നിന്നെ കളഞ്ഞ് വേറൊന്നിനെ സ്വന്താക്കാനുള്ള പരിപാടിയൊന്നും തൽക്കാലം എനിക്കില്ല. എനിക്ക് നീ മാത്രം മതി. ഇപ്പം നീ കിടക്കാൻ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. അവൻ അവളെ ചുറ്റി വരിഞ്ഞ് വീണ്ടും കിടക്കയിലേക്ക് തന്നെ അമർന്നു. രാവിലെ ഓഫീസിലേക്ക് പോവാനിറങ്ങുമ്പോഴും യമുനയുടെ മുഖത്ത് കണ്ട പരിഭവം കാർത്തിക്കിനെ ആശയക്കുഴപ്പത്തിലാക്കി. വന്നേ യമുന, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അവൻ അവളെയും കൂടെ കൂട്ടി. ഫ്ലാറ്റിൻ്റെ ഡോറ് ലോക്ക് ചെയ്ത് അവനൊപ്പം പുറത്തേക്കിറങ്ങി. 2 പേരും കാറിലേക്ക് കയറിയിരുന്നതോടെ കാർത്തിക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്തു പറ്റിയടോ? തൻ്റെ മുഖം എന്താ ഇത്രയും വീർത്തിരിക്കുന്നത്? അവൻ ഒളി കണ്ണാലെ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയാം കാർത്തി, ഞാൻ നിൻ്റെ ആരുമല്ല. എനിക്ക് നിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ യാതൊരു അവകാശവും ഇല്ല. അതൊക്കെ ശരി എന്നാ. എങ്കിലും മനസ്സിനെന്തോ ഒരു ടെൻഷൻ പോലെ.
അവളുടെ മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി. എൻ്റെ പൊട്ടിപ്പെണ്ണെ, താൻ എന്തൊക്കെയായി ധരിച്ചു വച്ചിരിക്കുന്നത്? നീ പറഞ്ഞത് ശരിയാ. ഞാനും നീയും തമ്മിൽ പറയത്തക്ക ഒരു ബന്ധമില്ല. പക്ഷേ നിനക്കറിയോ, ഈയിടെയായി എനിക്ക് നീയില്ലാതെ പറ്റുന്നില്ല. പിന്നെ ഈ കുറച്ച് ദിവസമായുള്ള തിരക്ക്, അതൊരു വലിയ കഥയാണ്. ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞാലൊന്നും അത് തീർക്കാൻ കഴിയില്ല. ഇപ്പോഴെനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. ഞാൻ വൈകിട്ട് എന്തായാലും നിൻ്റെ ഫ്ലാറ്റിലേക്ക് വരാം. അവിടുന്ന് നമുക്ക് വിശദമായിട്ട് ഈ കാര്യം സംസാരിക്കാം. ഓക്കെ? കാർത്തി അവളുടെ നെറ്റിയിൽ അമർത്തിയൊന്ന് ചുംബിച്ചു. പിന്നെ അവളെ തൽക്കാലം പറഞ്ഞ് സമാധാനിപ്പിച്ച് അവളെ ഡ്രോപ്പ് ചെയ്തു. കാർത്തി പറഞ്ഞയച്ച പ്രകാരം ഉണ്ണി നാട്ടിലെത്തി കഴിഞ്ഞിരുന്നു. അവർ അഡ്രസ്സിൽ പറഞ്ഞതു പ്രകാരം രാഗിണി തമ്പുരാട്ടിയുടെ കൊച്ചു വീട്ടിലേക്ക് കടന്നു ചെന്നു. തമ്പുരാട്ടിക്ക് ഏറെ പ്രായമായിരിക്കുന്നു. സെറ്റ് സാരിയും തുളസിക്കതിരും നെറ്റിയിലെ ചന്ദനക്കുറിയുമെല്ലാം കണ്ടപ്പോൾ ഉണ്ണിക്ക് രാഗിണിയെ ശരിക്കും ഒരു തമ്പുരാട്ടിയെ പോലെ തന്നെ തോന്നി. സിനിമയിലെല്ലാം അവൻ കണ്ടുമറന്ന ഒരു തമ്പുരാട്ടിയുടെ രൂപം. എന്നാൽ ആ വീട് അതല്പം പഴകി ദ്രവിച്ചതായിരുന്നു. തമ്പുരാട്ടി, ഞാൻ വരുന്ന വിവരം വിളിച്ചു പറഞ്ഞിരുന്നു. രാഗിണി തമ്പുരാട്ടി കണ്ണട നേരെയാക്കി വച്ച് ഉണ്ണിയെ അടിമുടിയൊന്ന് നോക്കി. എനിക്കറിയാം, വിളിച്ചത് ഞാൻ ഓർക്കുന്നു. കാശിൻ്റെ കാര്യവും ഇല്ലത്തിൻ്റെ മറ്റു കാര്യങ്ങളും എല്ലാം വർഗീസാണ് നോക്കുന്നത്. അയാളെ കണ്ട് സംസാരിച്ചോളൂ. രാഗിണി തമ്പുരാട്ടി നീട്ടിയൊന്ന് ചുമച്ചു. ഇവിടിപ്പോൾ കുടുംബത്ത് സംസാരിക്കാൻ പുരുഷന്മാരാരും ഇല്ല. അതുകൊണ്ട് എല്ലാം വർഗീസ് പറഞ്ഞു തരും. അത്രയും പറഞ്ഞ ശേഷം തമ്പുരാട്ടി അകത്തേക്ക് തന്നെ കയറിപ്പോയി. ഉണ്ണി അവൻ്റെ കയ്യിലെ വർഗീസിൻ്റെ നമ്പറിലേക്ക് നോക്കി. അപ്പോൾ ഇല്ലം ഈ സ്ത്രീയുടേതാണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വർഗീസാണ്. അയാളെ കണ്ടിട്ടേ ഇനി പ്രയോജനമുള്ളൂ. ഉണ്ണി അവിടെ നിന്നിറങ്ങി വർഗീസിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. ഉണ്ണി മേനോൻ, താൻ എവിടെയാണെന്നാ പറഞ്ഞത്? വർഗീസ് ഉണ്ണിയെ ശ്രദ്ധയോടെ നോക്കി. ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിലിവിടെ കുടുംബമൊക്കെ ഒറ്റപ്പാലത്താണ്. അവൻ അയാൾക്കൊപ്പം ധൃതിയിൽ നടന്നു. അല്പദൂരം കൂടി നടന്നതും അവർ സ്ഥലത്തെത്തി കഴിഞ്ഞു. മുന്നിൽ വലിയൊരു തുരുമ്പ് പിടിച്ച ഗേറ്റ്, പൊളിഞ്ഞു തുടങ്ങിയ കൂറ്റൻ മതിൽകെട്ടുകൾ. വർഗീസ് ആ ഗേറ്റ് വലിയ ശബ്ദത്തിൽ മലർക്കെ തുറന്നു. കാട് പിടിച്ച് കിടക്കുന്ന പരിസരം കടന്ന് അവർ രണ്ടുപേരും ഇല്ലത്തേക്ക് നടന്നു ചെന്നു. മുറ്റം നിറയെ പലതരം പുല്ലുകളും മരങ്ങളും വളരാൻ തുടങ്ങിയിരിക്കുന്നു. ഇല്ലം വലിയൊരു കൂറ്റൻ ഇരുനില കെട്ടിടം. മുകൾ വശം ഓടുമേഞ്ഞ ഒരു പഴയ വലിയ തറവാട് വീട്. ഉണ്ണിയുടെ മനസ്സിലേക്ക് കാർത്തിയുടെ വാക്കുകൾ ഓടിയെത്തി. ഇല്ലത്ത് യക്ഷിയുണ്ടെന്ന കഥയുണ്ട്. സത്യത്തിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ മട്ടും ഭാവവും കണ്ടിട്ട് ഇവിടെ യക്ഷിയുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഉണ്ണിയുടെ മനസ്സിൽ ചിരി വന്നു. ഈറ്റുമനയിലെ യക്ഷി കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു അടിപൊളി പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.